Hi, welcome to the 9th lecture of Laplace Transform. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോംസിന്റെ പ്രോബ്ലംസ് തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. യൂസിങ് പാർഷ്യൽ ഫ്രാക്ഷൻ ടെക്നിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്തു യൂസിങ് ദ പാർഷ്യൽ ഫ്രാക്ഷൻ ടെക്നിക്. അതേ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ പോകുന്നത്. L inverse of 3s plus 1 divided by s minus 1 into s square plus 1 ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 3s plus 1 divided by s minus 1 into s square plus 1നെ a by s minus 1 ഇവിടെ ലീനിയർ ഫാക്ടർ ആണ്. അപ്പോൾ a by s minus 1 ആയി. പ്ലസ് s square plus 1നെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് s minus a into s minus b ഫോമിലേക്ക് ആക്കാൻ പറ്റില്ല. സോ ഇതിനെ എങ്ങനെ എഴുതാം? bs plus c divided by s square plus 1 ആണ്. റൈറ്റ്. ഇനി ഇതിനെ LCM എടുക്കുക. LCM എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ a into s square plus 1 plus bs plus c into s minus 1 ആക്കി. ഡിവൈഡഡ് ബൈ ഇതിൽ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള അതേ LCM ആണ്. അതിന് a into s square plus 1 plus bs plus c into s minus 1 ആണ്. റൈറ്റ്. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ന്യൂമറേറ്റർ ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ ന്യൂമറേറ്റർ 3s plus 1 ആണ്. ഇവിടെ ന്യൂമറേറ്റർ a into s square plus 1 plus bs plus c into s minus 1 ആണ്. അതിനെ ഇക്വേറ്റ് ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം? s is equal to 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ s 1 ആണെങ്കിൽ ഇവിടെ 3 plus 1 അപ്പോൾ എത്രയായി? 4 ആയി. ഇവിടെ 1 സ്ക്വയർ 1 plus 1 2a ആയി. ഇവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടോട്ടൽ 0 ആവും. അപ്പോൾ a ഈക്വൽ ടു എന്ത് കിട്ടും? 2 കിട്ടും. ഇനി ഇക്വേറ്റിംഗ് ദി കോഎഫിഷ്യൻസ് ഓഫ് s സ്ക്വയർ ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ ഒരു a ഉണ്ട്, പിന്നെ ഇവിടെ ഒരു bs ഇൻറ്റു s ആവില്ലേ? അപ്പൊ അവിടെ ഒരു ബിയും കൂടി ഉണ്ട്. വേറെ എവിടെയും s സ്ക്വയറിന്റെ ടേം വരില്ല. അപ്പൊ a പ്ലസ് ബി, സൈൻ എല്ലാം പോസിറ്റീവ് ആണ്. a പ്ലസ് ബി ഇൻറ്റു s സ്ക്വയർ എന്നാണ് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി കിട്ടുക. a പ്ലസ് ബി ഈക്വൽ ടു ഇവിടെ എന്താ? നമ്മളെ s സ്ക്വയറിന്റെ ടേം ഉണ്ട് ഇവിടെ ഇല്ല. സോ ദാറ്റ്സ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ b ഈക്വൽ ടു മൈനസ് a കിട്ടും. ദാറ്റ് ഇസ് -2 വരും. ഇനി കോൺസ്റ്റന്റ് ടേം ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ a ഇൻറ്റു 1 a പിന്നെ c ഇൻറ്റു -1 അപ്പോൾ -c വന്നു. അപ്പോൾ a മൈനസ് c ഈക്വൽ ടു ആക്ച്വലി ഇവിടെ കോൺസ്റ്റന്റ് ലെഫ്റ്റ് സൈഡിൽ കോൺസ്റ്റന്റ് ടേം 1 ആണ്. അപ്പോൾ a മൈനസ് c ഈക്വൽ ടു 1 കിട്ടി. അപ്പോൾ a ഈക്വൽ ടു 2 വന്നു. അപ്പോൾ 2 - 1 ദാറ്റ് ഇസ് 1. അപ്പോൾ c എന്ത് കിട്ടി? 1 ആയി. So 3s plus 1 divided by s minus 1 into s square plus 1 can be written as 2 by s minus 1 plus minus 2s plus 1 by s square plus 1. And ഇതിനെ again split ചെയ്യാലോ. minus 2s by s square plus 1 plus 1 by s square plus 1. ആ രീതിയിലേക്കാണ് ഇതിനെ മാറ്റിയിരിക്കുന്നത്. 2 into L inverse of 1 by s minus 1 minus 2 into L inverse of s by s square plus 1 പിന്നെ L inverse of 1 by s square plus 1. So ഇതിനെ എങ്ങനെ എഴുതാം? That is 2 into L inverse, this is e raised to t minus 2 into ഇത് ഏതിൻ്റെയാ? യെസ്, cos t യുടെ ആണ് ഇൻ്റഗ്രേഷൻ, സോറി ഇൻവേഴ്സ് ട്രാൻസ്ഫോം. പ്ലസ് ഇവിടെ this is sin t യുടെ. s by s square plus a square ആണെങ്കിൽ cos a tയും 1 by s square plus a square ആണ്. a by s square plus a square ആണെങ്കിൽ sin a t d ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇതിന് ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും അതിന്റെ ആൻസർ കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6s minus 4 divided by s square minus 4s plus 20യുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇവാലുവേറ്റ് ചെയ്യും. ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ ഡയറക്റ്റ് നമ്മുടെ ലീനിയർ ഫാക്ടർ ഒന്നല്ല ഇവിടെ തന്നിട്ടുള്ളത്. സോ ആദ്യം നമ്മൾ ഡിനോമിനേറ്റർ കൺസിഡർ ചെയ്യുക. എസ് സ്ക്വയർ മൈനസ് 4s പ്ലസ് 20 എടുക്കുക. ഇനി ഇതിൽ എസ് സ്ക്വയർ മൈനസ് 4s മാത്രം കൺസിഡർ ചെയ്യുക. അപ്പോൾ എ സ്ക്വയർ മൈനസ് 2ab ആണെങ്കിൽ എന്താ സംഭവിക്കുക? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? അപ്പൊ ഇവിടെ 2ab ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ആണ്. -2a ആക്ച്വലി ഇവിടെ
മൈനസ് 2a മൈനസ് 4 ആവും. അപ്പോൾ a ഈക്വൽ ടു 2 വരും. സോറി, b ഈക്വൽ ടു 2 വരും ഇവിടുന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനെ മാറ്റി എഴുതുന്നത് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഒന്ന് 4 ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. ഈ എസ് സ്ക്വയർ മൈനസ് 4s-ന് എനിക്ക് എസ് മൈനസ് എ സംതിങ് സ്ക്വയർ ആ രീതിയിലേക്ക് മാറ്റണം. അതായത് എസ് മൈനസ് ഈ രീതിയിലേക്ക് എഴുതണ്ട. ഇതിന് എസ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്താണെന്ന് നോക്കുക. എസ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ മൈനസ് 2as പ്ലസ് എ സ്ക്വയർ ആണല്ലോ. അപ്പൊ ഇവിടെ മൈനസ് 2a എന്താണെന്ന് നോക്കുക. മൈനസ് 2a ഈക്വൽ ടു ഇവിടെ മൈനസ് 4 ആണ്. a ഈക്വൽ ടു 2 കിട്ടി. അപ്പൊ ആ a ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. a എന്ന് പറഞ്ഞാൽ 2, a സ്ക്വയർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ 4 ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു, പിന്നെ 20 അവിടെ തന്നെ ഇട്ടു. അപ്പൊ എസ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 16 കിട്ടും. സോ ഇതിനെ എങ്ങനെ മാറ്റി എഴുതും? 6s മൈനസ് 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 16. അപ്പൊ ഇതിനെ മാറ്റി എഴുതുന്നത് 6s ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 16 മൈനസ് 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 16 വന്നു. ഇനി എസിനെ എപ്പോഴും എസ് മൈനസ് 2യുടെ ടേമിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സോ 6 ഇൻറ്റു എസ് മൈനസ് 2. അപ്പോൾ ഇവിടെ എന്തായി? മൈനസ് 12 ആണ്. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് 12 കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 16 വന്നു. മൈനസ് 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 16 വന്നു. ഇവിടെയുള്ള രണ്ട് കോൺസ്റ്റന്റ് ടേം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 ഇൻറ്റു എസ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 16 പ്ലസ് 12 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 16 മൈനസ് 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 16 വന്നു. ഇനി ഇതിനൊന്ന് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇംപ്ലൈസ് 6 ഇൻറ്റു എസ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 16. കോൺസ്റ്റന്റ് ടേംസ് ഇത് രണ്ടും ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ന്യൂമറേറ്റർ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് 8 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 16. ഓക്കെ, ഇനി എൽ ഇൻവേഴ്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ സോ എൽ ഇൻവേഴ്സ് ഓഫ് 6 into s minus 2 divided by s minus 2 whole square plus 16 plus 8 divided by s minus 2, 8 divided by s minus 2 whole square plus 16. അതിന് ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് എൽ ഇൻവേഴ്സ് ഓഫ് എസ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 16 പ്ലസ് 8 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 8-നെ ഇതിനെ ഇവിടെ എയുടെ സ്ഥാനത്ത് 4 സ്ക്വയർ ആണിത്. അപ്പോൾ ഇവിടെയും എ ഇട്ട് കഴിഞ്ഞാൽ ഇതിവിടെ 2 ആക്കി ഇവിടെ 4 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 16 വന്നു. സോ ഇറ്റ് ഇംപ്ലൈസ് 6 ഇൻറ്റു ഫസ്റ്റ് ഇത് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ യൂസ് ചെയ്തിട്ട് ഇ റേസ് ടു 2t വന്നു. പിന്നെയുള്ളത് കോസ് ഇവിടെ എയുടെ സ്ഥാനത്ത് 4 ആണ്. സോ കോസ് 4t വന്നു പ്ലസ് 2 ഇൻറ്റു അഗെയിൻ ഇ റേസ് ടു 2t ചെയ്തു. അതാണ് എസിന് പകരം എവിടെയുള്ളത് എസ് മൈനസ് 2 ആണ്. അപ്പോൾ ഇ റേസ് ടു 2t ഇൻറ്റു ആയിരിക്കും നമ്മുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ വരിക. ഇ റേസ് ടു 2t ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എന്ത് വരും? 4 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 16 വരും. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെയാണെങ്കിലും അത് വരുന്നത് 6 ഇൻറ്റു ഇ റേസ് ടു 2t ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ്
അതിനെ റീപ്ലേസ് ചെയ്യുക. എ സ്ക്വയർ പ്ലസ് 60 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ. അപ്പോൾ ഇതെന്ത് കിട്ടും? 6e raised to 2t into cos 4t. ആ രീതിയിലാണ് ഫസ്റ്റ് ടേം കിട്ടുക. അപ്പോൾ ഇവിടെ ടോട്ടൽ 6e raised to 2t into cos 4t plus 2e raised to 2t into this is sin 4t. This is sin 4t. Okay, so this is the answer in this. Now moving on to next question. Okay, next question la L inverse of s square by s minus 2 whole cube. S square by s minus 2 whole cube. ഇവിടെ ലീനിയർ, ഇവിടെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടർ ആണ്. a by s minus 2 plus b by s minus 2 whole square plus c by s minus 2 whole cube ആണ് വരിക. ഇനി അതിൻ്റെ LCM എടുത്തു കഴിഞ്ഞാൽ എസ് മൈനസ് 2 ഹോൾ ക്യൂബ് തന്നെയാണ് രണ്ട് സൈഡിലും വരിക. അപ്പോൾ ഇവിടെ എസ് മൈനസ് 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ എസ് മൈനസ് 2 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ ഇത് ഡിനോമിനേറ്റർ കിട്ടുള്ളൂ. അപ്പോൾ അത് ന്യൂമറേറ്ററിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എസ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ഇവിടെ എസ് മൈനസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് സിയുടെ കോഎഫിഷ്യൻറ്റ്, സിയുടെ ഡിനോമിനേറ്റർ എസ് മൈനസ് 2 ക്യൂബ് തന്നെയാണ്. അപ്പോൾ സി മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്റർ മാത്രം ഇക്വേറ്റ് ചെയ്യുക. അതിൽ എസ് ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സി ഈക്വൽ ടു എന്ത് കിട്ടും? എസ് ഈക്വൽ ടു 2 എടുത്ത് ഇവിടെ 0 വരും. അപ്പോൾ സി ഈക്വൽ ടു 2 സ്ക്വയർ 4 കിട്ടി. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലൊന്നും കിട്ടില്ല, കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എ ആണ്, ഇവിടെ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. അപ്പോൾ എ ഈക്വൽ ടു എന്ത് കിട്ടി? ഡയറക്റ്റ് 1 ആണെന്ന് കിട്ടി. ഇനി കോഎഫിഷ്യൻ്റ് ഓഫ് എസ്സിൽ, കോഎഫിഷ്യൻ്റ് ഓഫ് എസ് ഇവിടെ -4a ആണ്, പ്ലസ് ബി ആണ്, ഇവിടെ 0 ആണ്. -4a പ്ലസ് ബി ഈക്വൽ ടു 0. അവിടുന്ന് ബി എന്ത് കിട്ടും? 4 കിട്ടും. സോ എസ് സ്ക്വയർ ബൈ എസ് മൈനസ് 2 ഹോൾ ക്യൂബ് ക്യാൻ ബി റിട്ടൺ ആസ് 1 by s minus 2 plus 4 by s minus 2 whole square plus 4 by s minus 2 whole cube വന്നു. ഇനി അതിൻ്റെ എൽ ഇൻവേഴ്സ് എടുക്കുകയാണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് 1 by s minus 2 plus 4 into എൽ ഇൻവേഴ്സ് ഓഫ് 1 by s minus 2 square plus 4 into എൽ ഇൻവേഴ്സ് ഓഫ് 1 by s minus 2 cube. അപ്പോൾ ഇതിന് ചെയ്യാനുള്ളത് e raised to 2t into L inverse of 1 by s plus 4 into e raised to 2t into, അതിനെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ, 1 by s square plus 4 into e raised to 2t into L inverse of 1 by s cube. അപ്പോൾ ഇത് എന്ത് കിട്ടും? e raised to 2t into 1 വരും പ്ലസ് 4 e raised to 2t into ടിയുടെ ആണ് അത് ഇൻവേഴ്സ് ട്രാൻസ്ഫോം പ്ലസ് 4 e raised to 2t into ആക്ച്വലി ഇത് ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ആണ്. സോ ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനുള്ളത് നമ്മുടെ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 3 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5. ഇത് സെക്കൻഡ് ഡിഗ്രി ആണ്, അതുകൊണ്ട് ഇതിന് as പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് സെക്കൻഡ് ഓർഡറിലെ സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ആണെങ്കിൽ അതിന് as പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ആയി പ്ലസ് cs പ്ലസ് d ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 ആണ്. അപ്പോൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എയും ബിയും സിയും ഡിയും ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിന് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 2s വരെ എഴുതുക. എന്നിട്ട് അതിൻ്റെ പ്ലസ് എ സ്ക്വയർ എന്താണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 2a ഈക്വൽ ടു 2 ആണ്, അപ്പോൾ എ ഈക്വൽ ടു 2 ആണ്. എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ ആണെങ്കിൽ എസ് സ്ക്വയർ പ്ലസ് 2as പ്ലസ് എ സ്ക്വയർ ആണ്. അപ്പോൾ 2a ഈക്വൽ ടു 2 ആണ്, അപ്പോൾ എ ഈക്വൽ ടു 1 കിട്ടി. അപ്പോൾ ആ രീതിയിൽ അതിനെ മാറ്റി എഴുതുക. പ്ലസ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് 2, അപ്പോൾ ഇങ്ങനെ വരും. ഇതിന് പ്ലസ് 4 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ മാറ്റിയിട്ട് അതിന്
സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, ഡു ഇറ്റ് ആസ് എ ഹോംവർക്ക്.